السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الورى خير المرسلين وعلى آله وأصحابه المهتدين. أما بعد. നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് പതിവായി ഓതുന്നവർക്ക് ധാരാളം ശ്രേഷ്ഠതകൾ ലഭിക്കുന്ന സൂറത്തായ സൂറത്തു ശറഹ് അഥവാ അലം നശ്റഹ് സൂറത്താണ്. ഇത് തിരുനബിയുടെ ഹദീസിലും മഹാന്മാർ രേഖപ്പെടുത്തിയതിലും നമുക്ക് കാണാം. ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത് എന്ന്. ഈ സൂറത്തിൻ്റെ പേര് തന്നെ സൂറത്തു ശറഹ് അഥവാ ഷർഹുൽ ഖൽബ്, ഹൃദയ വിശാലത, ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് എന്നൊക്കെയാണ്. ഈ സൂറത്ത് ഒരാൾ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പതിവായി ഓതിയാൽ അവൻ്റെ സകല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അവൻ ഉദ്ദേശിക്കാത്ത വഴിയിലൂടെ, ഭാഗത്തിലൂടെ അവൻ്റെ ഭക്ഷണത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കി കൊടുക്കുന്നതാണ്. ദാരിദ്ര്യമുണ്ടാവുകയില്ല. പ്രത്യേകിച്ചും മാനസികമായും നല്ല സന്തോഷവും സമാധാനവും അലം നശ്റഹ് സൂറത്ത് പതിവായി ഓതുന്നവർക്ക് ലഭിക്കുന്നതാണ്. നമ്മിൽ പലരും മാനസികമായി വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, സാമ്പത്തികമായി പ്രയാസത്തിലുള്ളവരാണ്. അലം നശ്റഹ് സൂറത്ത് പതിവായി 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഓതിയാൽ എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നതാണ്. ശാരീരിക ബുദ്ധിമുട്ട്, രോഗമുള്ളവർ ഈ സൂറത്ത് ഓതാം, ഓതി മന്ത്രിക്കാം, മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാം, ഏലസായി കെട്ടാം, ശമനം ലഭിക്കുന്നതാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഐഹികവും പാരത്രികവുമായ ഒട്ടേറെ നേട്ടങ്ങൾ ലഭിക്കാൻ ഇത്തരം സൂറത്തുകൾ നാം പതിവായി ഓതണം. തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് ഓതിപ്പഠിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു കൊടുത്ത ചില മഹത്തായ അനുഗ്രഹങ്ങളെ സ്മരിച്ചുകൊണ്ട് മുത്തുനബിക്ക് മനസ്സമാധാനവും ശുഭപ്രതീക്ഷയും നൽകുന്ന കാര്യങ്ങൾ വിവരിക്കുന്ന സൂറത്താണ് ഈ സൂറത്ത്. ഇൻഷാ അല്ലാഹ് ഇത് നമുക്ക് തെറ്റുകൂടാതെ തജ്വീദ് അനുസരിച്ച് ഓതി പഠിക്കാം. ആദ്യം ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. ശേഷം സംഘമായി ഓതി പഠിക്കുകയും ചെയ്യാം. ഒന്നാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക്. അലം നശ്റഹ്. അലം ഇവിടെ സുക്കൂനുള്ള മീമാണ്, ശേഷം നൂൻ വന്നു. അതിനാൽ ഇവിടെ വെളിവാക്കി അലം നശ്റഹ് ഇങ്ങനെയാണ് ഓതേണ്ടത്. ചിലർ ഇവിടെ അലം നശ്റഹ് ഇങ്ങനെ മീമിനെ മണിച്ചുകൊണ്ട് ഓതാറുണ്ട്. അങ്ങനെ മണിക്കേണ്ടതില്ല. അലം നശ്റഹ്. നശ്റഹ് എന്ന പദത്തിലെ ഷീനിൽ പലരും ഖൽഖല എന്ന ആ ഒരു സിഫത്ത് നൽകി അലം നശ്റഹ് എന്ന് ഓതാറുണ്ട്. നശ്റഹ്. ഹായിലും ചിലർ കൊടുക്കാറുണ്ട്. അലം നശ്റഹ് ലക. ഇങ്ങനെ ഷീനിലും ഹായിലുമൊന്നും ഖൽഖല അഥവാ ചലനശബ്ദം എന്ന ആ ഒരു സിഫത്ത് കൊടുക്കേണ്ടതില്ല. കൊടുക്കാതെയാണ് ഓതേണ്ടത്. അതെങ്ങനെയാണ്? അലം നശ്റഹ് ലക സദ്റക്. നഷ്. മറ്റൊന്ന് ഷീൻ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പരക്കണം. തഫഷി എന്ന ആ ഒരു സ്വഭാവ വിശേഷണം കൊടുക്കണം. അലം നശ്റഹ്. ഹ ആണ്. നശ്റഹ് എന്ന് ഹ ആയി പോകാൻ, മാറിപ്പോവാൻ പാടില്ല. അലം നശ്റഹ് ഹ ആയി തന്നെ ഉച്ചരിക്കണം. ലക സദ്റക്. ലക സാദാണ്.
സീനായി പോകാൻ പാടില്ല. മറ്റൊന്ന് സദ്റക് എന്ന പദത്തിലെ ദാലിൽ കൽക്കല കൊടുത്തുകൊണ്ടാണ് ഓതേണ്ടത്. സദ്റക് എന്നല്ല, സദ്റക്. സദ്റക്. അലം നശ്റഹ് ലക സദ്റക്. രണ്ടാമത്തായത് വവളഅനാ അൻക വിസ്റക്. വാവ് ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകളുടെ തെല്ലുകൾ കൂടിയിരിക്കുകയും നടുഭാഗം ഒരൽപ്പം തുറന്നിരിക്കുകയും ചെയ്യണം. ളാദാണ്, ല ആയി പോകാൻ പാടില്ല, ലാദായി തന്നെ ഉച്ചരിക്കണം. വവളഅന, ഐൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഐനായി തന്നെ ഉച്ചരിക്കണം. ഹംസ ആയിട്ട് വവളഅന എന്നോ വവളഹ്ന എന്ന് ഹ ആയിട്ടോ ഒന്നും ഉച്ചരിക്കാൻ ഓതാൻ പാടില്ല. വവളഅനാ അൻക വിസ്റക്. അൻക് ഇവിടെ മണിക്കണം. അൻ സുക്കൂനുള്ള നൂനാണ്, ശേഷം കാഫ് വന്നു. ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. വിസ്റക്. വിസ്. വിസ്. ശ്രദ്ധിക്കണം. വിസ്റ. വവളഅനാ അൻക വിസ്റക്. അടുത്തായത് الذي أنقض ظهرك. الذي നന്നായി മദ് ചെയ്യണം. മറ്റൊന്ന് ദാലായി പോകാനും പാടില്ല. അൻഖള, ശ്രദ്ധിക്കണം. ഖാഫ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖാഫായി തന്നെ ഓതണം, കാഫായി ഓതാൻ പാടില്ല. അൻഖള ലഹ്റക. ഇവിടെ ഒന്നാമത്തത് ലാദാണ്, രണ്ടാമത്തെ ഹർഫ് ലാഉമാണ്. ഇവിടെ ചിലരൊക്കെ രണ്ടും ലാദായിട്ടോ അല്ലെങ്കിൽ രണ്ടും ലാ ആയിട്ടോ ഒക്കെ ഉച്ചരിക്കാറുണ്ട്, ഓതാറുണ്ട്. അത് പിഴവാണ്. ലാദിൻ്റെ മഖ്റജ് വ്യത്യാസമാണ്, ലാഇൻ്റെ മഖ്റജും വ്യത്യാസമാണ്. രണ്ടും വ്യത്യസ്ത മഖ്റജുകളാണ്, രണ്ട് ഹർഫുകളാണ്. ലാദിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്? നാവിൻ്റെ അരു നീളത്തിൽ വലതുഭാഗമാകാം, ഇടതുഭാഗമാകാം, അണപ്പല്ലുകളോട് ചേർത്തുകൊണ്ടാണ് ലാദ് ഉച്ചരിക്കേണ്ടത്. ആദ്യത്തെ ഹർഫ് അൻഖള എന്ന പദത്തിലെ അവസാനത്തെ ആ ലാദ് ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ലഹ്റക് എന്ന പദത്തിലെ ആദ്യത്തെ ലാ അതുച്ചരിക്കുമ്പോൾ നാവിൻ്റെ തല മേലെ മുൻപല്ലുകളുടെ താഴെയറ്റം അങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. ലഹ്റക്. അല്ലദീ അൻഖള ലഹ്റക്. അടുത്തായത് വറഫഅനാ ലക ദിക്റക്. വറഫഅന. വാവ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുമ്പ് സൂചിപ്പിച്ചതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. വറഫഅന, ഐൻ ശ്രദ്ധിക്കണം. വറഫഅന ലക ദിക്റക്. ലക, കാഫ് ശ്രദ്ധിക്കണം. ലക ദിക്റക്. ദിക്റക് എന്ന പദത്തിലെയും കാഫിൽ ഖൽഖല കൊടുത്തുകൊണ്ട് ദിക്റക് എന്ന് പലരും ഓതാറുണ്ട്. അതും ശരിയായ രൂപത്തിലുള്ള ഓത്തല്ല. ഖൽഖല കൊടുക്കാതെ ദിക്റക്. വറഫഅനാ ലക ദിക്റക്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഫഇന്ന ഷദ്ദുള്ള നൂനാണ്, നന്നായി മണിക്കണം. ഫഇന്ന മഅൽ ഉസ്രി. ഉസ്രി ഐൻ ഇവിടെയും ശ്രദ്ധിക്കേണ്ടതാണ്, ഐനായി തന്നെ മൊഴിയണം. മറ്റൊന്ന് ഉസ്രി എന്ന പദത്തിലെ സീനിൽ ഖൽഖല കൊടുത്തുകൊണ്ട് ഉസ്രി എന്നും ഓതാൻ പാടില്ല. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. യുസ്റാ അവിടെയും സീനിൽ ഖൽഖല കൊടുക്കരുത്, കൊടുക്കാതെ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒന്ന് ഓതി നോക്കൂ. ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. അടുത്തായത് ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഇന്ന മുമ്പ് സൂചിപ്പിച്ചതാണല്ലോ,
ഷദ്ദുള്ള നൂനിൽ നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. ഫഇന്ന മഅൽ ഉസ്രി യുസ്റ, ഇന്ന മഅൽ ശ്രദ്ധിക്കണം, ഉസ്രി മുമ്പ് സൂചിപ്പിച്ചതുപോലെ സീനിൽ കൽക്കല ഉണ്ടാവാൻ പാടില്ല. യുസ്റ എന്ന പദത്തിലെയും സീനിൽ കൽക്കല ഉണ്ടാവാൻ പാടില്ല. സീൻ എന്ന ഹർഫിൽ തന്നെ കൽക്കല കൊടുത്തുകൊണ്ടല്ല ഓതേണ്ടത്. ഉ ത് ബു ജ ദ് ഈ 5 ഹർഫുകൾക്ക് മാത്രമേ കൽക്കല അഥവാ ചലനശബ്ദം എന്ന ആ ഒരു സ്വഭാവ വിശേഷണം കൊടുത്തുകൊണ്ട് ഓതേണ്ടതുള്ളൂ. സീൻ ആ 5 ഹർഫുകളിൽ പെട്ടതല്ലാത്തതിനാൽ കൽക്കല കൊടുക്കാതെയാണ് ഓതേണ്ടത്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ. അടുത്തായത് فإذا فرغت فانصب. فإذا ശ്രദ്ധിക്കണം, ഇതാ ദാലായി തന്നെ ഉച്ചരിക്കണം. ഫറഗ്ത ഇവിടെയുള്ള ഗൈൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ പലരും ഫറഗ് ഗ പോലെയൊക്കെ, ചിലർ ഫറഹ്ത എന്ന് ഹ ആയി ഒക്കെ ഉച്ചരിക്കാറുണ്ട്. അതൊക്കെ പിഴവാണ്. ഗൈൻ ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ മേലേ അറ്റത്തു നിന്നുമാണ് ഉച്ചരിക്കേണ്ടത്. അതിനാൽ ശ്രദ്ധിക്കണം, ഫറഗ്ത ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. മറ്റൊന്ന് ഗൈനിൽ ഖൽഖല എന്ന് പറയുന്ന ആ സിഫത്ത് കൊടുക്കേണ്ടതുമില്ല, കൊടുക്കാതെയാണ് ഓതേണ്ടത്. ഫഇദാ ഫറഗ്ത ഫൻസബ്. ഫൻസബ് അവിടെ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. സ്വാദ് സീനായി പോകാൻ പാടില്ല. അവസാനത്തെ ബായിൽ അൽക്കല കൊടുത്തുകൊണ്ട് ഫൻസബ് ഇങ്ങനെയാണ് ഓതേണ്ടത്. ഫഇദാ ഫറഗ്ത ഫൻസബ്. അവസാനത്തെ ആയത്ത് വഇലാ റബ്ബിക ഫർഗബ്. വഇലാ റബ്ബിക റബ്ബിക ഫർഗബ്. ഫർ ഇവിടെയും റായിൽ ഒരൽപ്പം കൽക്കല കൊടുത്തുകൊണ്ട് ഫർഗബ് ഇങ്ങനെ ചിലരൊക്കെ ഓതാറുണ്ട്. അങ്ങനെയല്ല ഓതേണ്ടത്. വഇലാ റബ്ബിക ഫർഗബ്. ഫർഗബ് അവസാനത്തെ ബായിൽ കൽക്കല കൊടുക്കുകയും ചെയ്യണം. കാരണം ഖുത്ബുജദ് എന്ന കൽക്കലയുടെ ആ 5 ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫാണല്ലോ ബാ. അതിനാൽ കൽക്കല കൊടുത്തുകൊണ്ട് ഫർഗബ് ഇങ്ങനെയാണ് ഓതേണ്ടത്. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. വഇലാ റബ്ബിക ഫർഗബ്. വഇലാ റബ്ബിക ഫർഗബ്. ഇനി നമുക്ക് സംഘമായി ഓതി പഠിക്കാം. ആവർത്തിച്ചോതുമ്പോൾ കൂടെ നിങ്ങളും ഓതുക. أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. ألم نشرح لك صدرك. ألم نشرح لك صدرك. ووضعنا عنك وزرك. ووضعنا عنك وزرك الذي أنقض ظهرك. الذي أنقض ظهرك. ورفعنا لك ذكرك. ورفعنا لك ذكرك. فإن مع العسر يسرا. فإن مع العسر يسرا. إن مع العسر يسرا. إن مع العسر يسرا. فإذا فرغت فانصب. فإذا فرغت فانصب وإلى ربك فارغب.
وإلى ربك فارغب. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല രൂപത്തിൽ ഓതി പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.